ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നേപ്പിൾസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇറ്റലിയിലെ. നമ്മൾ റൂമിലായിരുന്നു 2 ദിവസം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മളിപ്പം നേപ്പിൾസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേപ്പിൾസ് ഇവിടെ നിന്ന് റൂമിൽ നിന്ന് ട്രെയിനിൽ കയറി ഒരു 2.5 to 3 hours ജേണിയാണ്. എന്തായാലും തലേദിവസത്തെ രാത്രിയാണ് എൻ്റെ ബാഗ് മോഷണം പോയത്. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഇട്ടേക്കാം. ഇങ്ങനെ എൻ്റെ ഒരു ബാഗ് മോഷണം പോയായിരുന്നു ഇറ്റലിയിൽ നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ. അത് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം രാത്രി മൊത്തം നമ്മൾ പോലീസ് സ്റ്റേഷനിലും FIR എഴുത്തും ഒക്കെ ആയിരുന്നു. ആൻഡ് രാത്രി തന്നെ മെയിൽ അയക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് എൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും പൈസയും കാർഡും ഒക്കെ നഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഒട്ടും ഉറക്കമില്ലാതെയാണ് രാവിലെ നമ്മൾ ട്രെയിൻ കയറി ഇങ്ങോട്ട് വന്നത്. സത്യം പറഞ്ഞാൽ നേപ്പിൾസിലേക്കുള്ള ഈ ഒരു ട്രിപ്പും ട്രെയിൻ ടിക്കറ്റും ഒക്കെ നേരത്തെ എടുത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേപ്പിൾസ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് യാതൊരു മൂഡും ഇല്ലായിരുന്നു. ഞാൻ ഒട്ടും എനർജറ്റിക്കേ അല്ലായിരുന്നു. ബിക്കോസ് രാത്രി മൊത്തം ഉറങ്ങിയിട്ടില്ല. പിന്നെ ആ മോഷണം സംഭവിച്ചതിൻ്റെ ആ ഒരു ട്രോമ, നമ്മളെ കൺമുമ്പിൽ നിന്നൊരു സാധനം പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, എന്തായാലും നമ്മൾ ചുമ്മാ ഹോട്ടലിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നേപ്പിൾസിലേക്ക് വന്നത്. ഇറ്റലി നേപ്പിളിൽ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റാണ് കേട്ടോ. ഈ സ്ട്രീറ്റ് കാരണമാണ് ഈ ഒരു നേപ്പിൾ എന്ന് പറഞ്ഞ ഈ ഒരു കുഞ്ഞു സ്ഥലം ഇത്രയും ഫേമസ് ആയതും ഒരു ടൂറിസ്റ്റ് സ്പോട്ടായതും. ടൂറിസ്റ്റ് എല്ലാവരും നേപ്പിൾസിൽ വന്ന് ഈ ഒരു സ്ട്രീറ്റിൽ കൊണ്ട് നടക്കാറുണ്ട്. പക്ഷേ അത്ര രസമാണ് ഈ ഒരു സ്ട്രീറ്റ്. സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ ശരിക്കും പെട്ടെന്ന് നമുക്കൊരു മുംബൈ ഫീലിംഗ് കിട്ടി കേട്ടോ ഇന്ത്യയിൽ. കാരണം അത്ര ഭയങ്കര ക്ലീനായിട്ടൊരു സ്ഥലമല്ല നേപ്പിൾസ്. വളരെ കുഞ്ഞൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് മുമ്പിലേക്ക് പോയപ്പം നമ്മൾ എത്തിപ്പെട്ടത് ഈ ഒരു ഷിപ്പ് യാർഡിലാണ്. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട്. നമ്മളിവിടെ നിന്ന് ബോട്ട് കയറി ആ ഐലൻഡിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് ടൈമിംഗ് ബോട്ടിൻ്റെത് മിസ് ചെയ്തു. അങ്ങനെ നമുക്കതിൽ പോകാൻ പറ്റിയില്ല. അപ്പം തന്നെ ഉച്ചയായി, പിന്നെ വിശപ്പായി. പിന്നെ നേപ്പിൾസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ പിസ്സ എന്ന് പറഞ്ഞ ഫുഡ് കണ്ടുപിടിച്ചത്. അപ്പം നമ്മൾ അവിടെ വന്നിട്ട് ലഞ്ച് എന്തായാലും പിസ്സ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിസ്സ ഒക്കെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് കുറേയും കൂടെ നമ്മൾ കറങ്ങിയിട്ട് നമ്മൾ വൈകുന്നേരം തൊട്ടടുത്തൊരു റിവർ സൈഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. മീനാക്ഷി കുറേ നേരം അവിടുത്തെ സാൻഡിലൊക്കെ കളിക്കുമായിരുന്നു. നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ട്രെയിൻ കയറി റൂമിലേക്ക് പോയി.